നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുക. പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കർത്താവ് കടന്നു വന്ന് പ്രവർത്തിച്ചത് നമ്മളെ എല്ലാവരെയും വീണ്ടും ആ ദൈവമക്കൾ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ പരസ്യ ജീവിതകാലം അത് കർത്താവിൻ്റെ കരുണ വെളിപ്പെടുത്താനുള്ള ഒരു കാലമായിരുന്നു. തൻ്റെ പ്രബോധനങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും അതോടൊപ്പം യേശുനാഥൻ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളിലും കർത്താവിൻ്റെ വലിയ കരുണ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ പ്രിയ ശിഷ്യന്മാരെയും അതിനുവേണ്ടിയാണ് കർത്താവ് ഒരുക്കുന്നത്. 3 വർഷക്കാലം തന്നോടൊപ്പം കൊണ്ടു നടന്ന് താൻ എങ്ങനെയാണ് മറ്റുള്ളവരെ ഏറ്റെടുക്കുന്നത്, അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ കർത്താവ് ഒരുക്കിയെടുത്തു. പിന്നീട് ഈ ലോക ജീവിതത്തിൽ നിന്നും കർത്താവ് കടന്നു പോയപ്പോൾ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ തൻ്റെ അതേ ദൗത്യം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. തൻ്റെ കൂടെയായിരുന്നപ്പോൾ തന്നെ ഈ 2 പേരായി അവരെ ഓരോരുത്തരെയും കർത്താവ് അയക്കുന്നുണ്ട് തൻ്റെ ദൗത്യങ്ങളുമായി. പിന്നീട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് വളരെ ആവേശപൂർവ്വം ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുന്ന ശിഷ്യന്മാരെയും നമുക്ക് സുവിശേഷത്തിൽ കാണാം. അത് ഒരു ഒരുക്കമായിരുന്നു. പിന്നീട് ഈ ലോക ജീവിതത്തിൽ നിന്ന് കർത്താവ് കടന്നു പോയപ്പോൾ തൻ്റെ പ്രിയ ശിഷ്യന്മാർ തുടരേണ്ട ദൗത്യം. പ്രിയമുള്ളവരെ, ഇന്നും കർത്താവിൻ്റെ കരുണ വഹിക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവ് പകർന്നു നൽകിയ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ലോകം മുഴുവനിലേക്കും അവിടെ നയിച്ചു. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ആ ശിഷ്യന്മാർ കടന്നു വന്ന് കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു. തങ്ങളുടെ ജീവിതത്തിലൂടെ, തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ കർത്താവിനെ അവർ വെളിപ്പെടുത്തി. ഇന്ന് നമ്മുടെ ഇടയിലും കർത്താവിനെ വെളിപ്പെടുത്തുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വയനാട്ടിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഉരുൾപൊട്ടലുണ്ടായ നിമിഷം അനേകം ആളുകൾ തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് എല്ലാം തീർന്ന അവസ്ഥയിലായപ്പോൾ തങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ആളുകളാണ് അവരുടെ ജീവിതത്തിൽ കരുണയുടെ വാഹകരായിട്ട് കടന്നു വന്നത്. ഇന്നും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. 5 ദിവസങ്ങളിലേറെയായി ആളുകൾ അവിടെ നിന്ന് പോകാതെ തങ്ങളെ കൊണ്ടാകുന്നത് ചെയ്യണം എന്ന ആഗ്രഹത്തോടെ അവിടെ തുടരുന്നു. അവിടെയെല്ലാം പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കുക ആ രക്ഷകൻ്റെ മുഖം തന്നെയാണ്. ഏത് മതത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും ആ മനുഷ്യരിലൂടെ കർത്താവിൻ്റെ മുഖമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. തീർച്ചയായും തങ്ങളുടെ ജീവിതത്തിലേക്ക് രക്ഷയുടെ കൈത്താങ്ങായി കടന്നു വന്ന ആ ഓരോ വ്യക്തിയും അവരെ സംബന്ധിച്ച് ദൈവത്തിന് തുല്യരാണ്. ഒരു ദൈവമായി അവരുടെ ഇടയിലേക്ക് കടന്നു വന്നവരാണ്. ഇനി ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുമോ എന്ന് പോലും അറിയാതെ, ആരോരുമില്ലാതെ വേദനിച്ച് കിടന്ന ഒത്തിരിയേറെ ആളുകൾ പെട്ടെന്നൊരു നിമിഷം പ്രതീക്ഷയുടെ പൊൻകിരണവുമായി അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന വ്യക്തികളിലൂടെ ജീവനിലേക്ക് മടങ്ങി വരുന്ന കാഴ്ച. കഴിഞ്ഞ ദിവസം 4 പേരെ ജീവനോടെ കണ്ടെത്തുവാൻ സാധിച്ചു എന്നൊരു വാർത്തയാണ് നമ്മൾ കണ്ടത്. യാതൊരു പ്രതീക്ഷ പോലുമില്ലാതെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ആളുകളാണ്. എന്നാൽ അവരെ തേടി ദൈവത്തിൻ്റെ കരം എത്തുന്നത് പോലെയായിരുന്നു പല വ്യക്തികളുടെ സഹായങ്ങൾ. ഒരു പക്ഷേ ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തികളോട് ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ യാതൊരു പരിചയമില്ലാത്ത വ്യക്തികളായിരിക്കാം. പക്ഷേ അവരുടെ ജീവിതത്തിൽ
പുതിയൊരു പ്രതീക്ഷയേകിക്കൊണ്ടാണ് അവരോരോരുത്തരും ഒരുമയോടെ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കൃപയുടെ സമയം ദിവികാന്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അവരുടെ ജീവിതമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രത്യേകമായൊരു അവസരമാണ് കർത്താവ് നമുക്കായിട്ട് ഒരുക്കി നൽകിയിട്ടുള്ളത്. ഇന്ന് കരുണയുടെ കർത്താവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും, കർത്താവേ, അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങ് കരുണ കാണിക്കണമേ എന്ന്. ഇനിയും കിട്ടാതെ പോയ ഒത്തിരിയേറെ ആളുകൾ ആ മണ്ണിനടിയിലുണ്ട്. ഇനിയും ജീവനോടെ കണ്ടുകിട്ടുമോ എന്നറിയില്ല. എങ്കിൽ പോലും പ്രതീക്ഷയോടെ അവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. മഴയും വെയിലും കൊണ്ട് തങ്ങൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് അവിടെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവിടേക്ക് കുതിച്ചത് തങ്ങളിൽ ഒരുവനാണ് ആ മണ്ണിനടിയിൽ കിടക്കുന്നത് എന്ന ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, അതുതന്നെയാണ് കർത്താവ് തൻ്റെ സുവിശേഷങ്ങളിലൂടെ തൻ്റെ പ്രിയ ശിഷ്യന്മാരെയും പഠിപ്പിച്ചത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവർക്കൊരു കൈത്താങ്ങായി മാറുക, അവരുടെ ജീവിതത്തിൽ അവർക്ക് രക്ഷ പകരുന്ന ഒരു കരമായിട്ട് മാറുക എന്ന വലിയ ദൗത്യം. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ച് ആ ഒരു വലിയ ദൗത്യം തന്നെയാണ് കർത്താവ് നമുക്കായിട്ട് നൽകിയിട്ടുള്ളത്. എന്നാൽ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം എത്രമാത്രം ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കുന്നുണ്ട്. അവിടെ വളർത്തു മൃഗങ്ങൾ തങ്ങളുടെ യജമാനന്മാരെ അന്വേഷിച്ചുകൊണ്ട് ആ ദുരന്ത പ്രദേശങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ പലരും അവർക്ക് ഭക്ഷണം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും സ്വീകരിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. അവരെ സംബന്ധിച്ച് ഒരു നേരം ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ ആ യജമാനെ കണ്ടെത്തണം. അതിന് വിശപ്പ് പോലും അവർക്ക് തടസ്സമായി മാറുന്നില്ല. മൃഗങ്ങൾ പോലും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, പല ദുരന്ത മേഖലകളിലും ഇതുപോലെ വളർത്തു മൃഗങ്ങൾ തങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന വലിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ചില അവസരങ്ങളിൽ വർഷങ്ങളോളം തങ്ങളുടെ യജമാനന് വേണ്ടി കാത്തിരിക്കുന്ന മൃഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആ ഒരു സ്നേഹത്തിൻ്റെ പകുതി പോലും ഇന്ന് മനുഷ്യരായി നമുക്കില്ലാതെ പോകുമ്പോൾ അവർ നൽകുന്ന പാഠവും നമുക്ക് ഏറ്റെടുക്കുവാനുള്ളതാണ്. യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് അവനെ വരവേറ്റത്? തീർച്ചയായും നമ്മുടെ ഓരോരുത്തരെയും പ്രതിനിധികളായിരുന്നു അന്ന് അവൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. രക്ഷകൻ എപ്രകാരമായിരിക്കും കടന്നു വരുന്നത് എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ അപ്പുറത്തേക്ക് യാതൊന്നും ചിന്തിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നസ്രത്തിൽ നിന്ന് കടന്നു വന്ന യേശുവിനെ സ്വീകരിക്കുവാൻ അവർ തയ്യാറായില്ല. എന്തിന്? സ്വന്തം ദേശത്തുള്ള ആളുകൾ പോലും അവനെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. കാരണം അവൻ്റെ ഉത്ഭവം എവിടെ നിന്നെന്ന് അവർക്കറിയാമായിരുന്നു. ഇവനാ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ സഹോദരങ്ങൾ ഇവരൊക്കെയല്ലേ, ഇവൻ്റെ അമ്മ മറിയമല്ലേ എന്നെല്ലാം അവർ മനസ്സിൽ ചോദിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി കടന്നു വന്നവരെ നാം ഓരോരുത്തരും എപ്രകാരമാണ് സ്വീകരിക്കുന്നത്? സ്വന്തം ജനത്തിന് പോലും അംഗീകരിച്ചു കൊടുക്കുവാൻ തടസ്സമായി നിന്നപ്പോൾ കർത്താവിന് അവിടെ അധികം അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല. വചനം പറയുന്നുണ്ട്, അവരുടെ അവിശ്വാസ നിമിത്തം കർത്താവിന് അവിടെ ഒന്നും പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കർത്താവിനെ തേടി പോകുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ കടന്നു വരുമ്പോഴാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ കാത്തിരിക്കുവാൻ വേണ്ടി ദുരന്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കടന്നു ചെല്ലാം. കർത്താവിൻ്റെ കരുണ നമുക്ക് ആവോളം ആസ്വദിക്കാം. നല്ലവനായ കർത്താവ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് അവൻ്റെ വലിയ കരുണയാണ് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും അതില്ലാതാകുന്ന ഒരു ദിവസം നമുക്കുണ്ടാകണം. ഇന്ന് വയനാട് ജില്ലയിൽ ഒത്തിരിയേറെ ആളുകൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് എന്തിനു വേണ്ടിയാണ്? തങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സഹോദരനെയെങ്കിലും രക്ഷിക്കുവാൻ തങ്ങളെ കൊണ്ടാവുമോ എന്നറിയുവാൻ വേണ്ടിയാണ്.
ചില വീഡിയോസിൽ നമ്മൾ കാണുന്നുണ്ട്, ഞങ്ങളുടെ കടയിലുള്ള എല്ലാ സാധനവും നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തുകൊള്ളുക, ഞങ്ങൾക്ക് ജീവനെങ്കിലും ബാക്കിയുണ്ട്. അവിടെ ജീവൻ പോലും നശിച്ച നിലയിൽ ഒത്തിരിയേറെ ആളുകൾ ആ മണ്ണിനടിയിലുണ്ട്. തങ്ങളെ സമ്പാദിച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമൂഹം അവിടെയുണ്ട്. അവർക്ക് ഞങ്ങളുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അതൊരു കൈത്താങ്ങായി മാറുമെങ്കിൽ നിങ്ങൾ ഈ കടയിലുള്ളതെല്ലാം എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓണത്തിന് വേണ്ടി ഒത്തിരിയേറെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ആ ലോഡുകളെല്ലാം തന്നെ എടുത്ത് സന്നദ്ധ പ്രവർത്തകരുടെ കൈകളിലേക്ക് വച്ചു കൊടുക്കുന്ന ഒത്തിരിയേറെ ആളുകൾ. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മുലപ്പാൽ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു അമ്മയെപ്പോലും നമുക്ക് ഈ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിലൂടെ കാണുവാൻ സാധിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു കരുതൽ. മറ്റൊരു അമ്മ വളരെ വേദനയോടെ പറയുന്നുണ്ട്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 പേരെ വളർത്തുവാൻ എനിക്ക് സാധിക്കും. അത് ഏത് മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവരെ വളർത്തിക്കൊള്ളാം, എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരമ്മ. അതുപോലെ തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ സഹായങ്ങൾ ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ ജനതയെ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അവിടെയാണ് നമുക്ക് കരുണയുടെ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുക. ആ ഓരോ മനുഷ്യരുടെ മുഖത്തും നമുക്ക് കരുണയുടെ ദൈവത്തെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആ ഒരു തരത്തിൽ ചിന്തിക്കുവാൻ തന്നെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിച്ച വലിയ കൃപയുടെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് വിദൂരങ്ങളിലിരുന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ആവോളം സംസാരിക്കുമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മറ്റുള്ളവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയുടെ മുഖമാകുവാൻ എനിക്ക് സാധിക്കാറുണ്ടോ? രക്ഷയുടെ കൈത്താങ്ങായി മാറുവാൻ എനിക്ക് സാധിക്കാറുണ്ടോ? മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുവാൻ എനിക്ക് സാധിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാണ് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കർത്താവിൻ്റെ വലിയ സുവിശേഷമായിട്ട് മാറുന്നുണ്ട്. ഫ്രാൻസിസ് അസീസി പോലും തൻ്റെ ജീവിതത്തിൽ തൻ്റെ സുവിശേഷം നടത്തിയത് എപ്രകാരമാണ്? അവൻ്റെ ജീവിതത്തിലൂടെയാണ്. പലപ്പോഴും തൻ്റെ പ്രിയ ശിഷ്യന്മാരെയും കൂട്ടി അദ്ദേഹം പല വില്ലേജുകളിലൂടെ കടന്നു പോയപ്പോഴും യാതൊരു വാക്കും ഉരുവിടാറില്ല. തിരിച്ചു വന്ന ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇന്ന് നമ്മൾ എന്തിനു വേണ്ടിയാണ് പോയത്? പക്ഷേ അതിനകം തന്നെ ഒത്തിരിയേറെ ആളുകൾക്ക് കർത്താവിൻ്റെ അനുഭവം ലഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ്? അവൻ്റെ ജീവിതത്തിൽ അവർക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. അവൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട് മാറി. അത് അവൻ കർത്താവിനോടൊപ്പമായിരുന്നത് കൊണ്ടാണ്. ഇന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ആ ഒരു വലിയ കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ നമുക്കാവുന്നതെല്ലാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന കർത്താവിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ആരോരുമില്ലാത്ത ഒത്തിരിയേറെ ആളുകൾ ഈ ലോകത്തുണ്ടെന്ന് തിരിച്ചറിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. വയനാട്ടിലെ ആ വലിയ ജനതയെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വേദനയിൽ കഴിയുന്ന ആ മക്കളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. അവരെ സഹായിക്കുവാൻ കഴിയുന്ന ആളുകളെ അവരുടെ അടുക്കിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കർത്താവേ അവരെ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ആ മക്കളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോഴും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയാതെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. കൈയും കാലും ഒടിഞ്ഞ് ഇനിയൊരു ജീവിതമുണ്ടോ എന്ന് പോലും അറിയാതെ ആ
ഉരുൾപൊട്ടലിൽ എൻ്റെ ജീവിതവും ഒന്ന് തീർന്നെങ്കിൽ എന്ന നിരാശയോടെ പറയുന്ന ഒത്തിരിയേറെ ആളുകളെ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണുവാൻ സാധിച്ചു. കർത്താവേ, അവരെയും ഇതാ ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലേക്കും അങ്ങ് കടന്നു വന്ന് പ്രവർത്തിക്കണമേ. അവർക്ക് വേണ്ട ധൈര്യം പകരണമേ. അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവേ, അവർക്ക് വേണ്ട ആരോഗ്യം അങ്ങ് പ്രദാനം ചെയ്യണമേ. കാറ്റും മഴയും ഒന്നും വകവയ്ക്കാതെ ഇനിയൊരു ഉരുൾപൊട്ടലിന് പോലും സാധ്യതയുണ്ടെന്നറിഞ്ഞ് അവിടെ അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് അവരുടെ കുടുംബത്തെ മുഴുവനായി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം. ഒത്തിരിയേറെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ആളുകൾ വയനാട്ടിലെ ആ ദുരന്തം ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ ആയിരിക്കുന്നുണ്ട്. വയനാട്ടിലും കോഴിക്കോടും കണ്ണൂരുമൊക്കെയായി പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉരുൾപൊട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രകൃതി ദുരന്തത്തിലെല്ലാം കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ അവിടെയുണ്ട്. അവരെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരെ ഓരോരുത്തരെയും കർത്താവ് ചേർത്ത് പിടിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.